പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യമായിട്ട് ഈശോ ഈ കരുണയുടെ തിരുമണിക്കൂരിൽ വീണ്ടും നമ്മെ ശക്തിപ്പെടുത്തുവാൻ, നമ്മോടൊപ്പമായിരിക്കുവാൻ, നാമുമായിട്ട് ഒന്നായി ചേരുവാനായിട്ടിതാ കടന്നു വരുന്നു. ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തൻ്റെ പീഡാനുഭവത്തെ പറ്റി ധ്യാനിച്ചുകൊണ്ട് തൻ്റെ കരുണ സ്നേഹമൊക്കെ സ്വായത്തമാക്കുവാൻ വേണ്ടി നമ്മൾ ദൈവീക സാന്നിധ്യത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നതാണ്. നമ്മെ ശക്തിപ്പെടുത്തുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുവാൻ കർത്താവ് കരുണയായി സ്നേഹമായി ദിവ്യകാരുണ്യത്തിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതവും ഹൃദയവും മനസ്സുമെല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി കർത്താവിനോട് നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വരുന്ന ഈശോയെ, നമ്മുടെ ദൈവത്തെ, നമ്മുടെ പൊന്നു തമ്പുരാനെ നമുക്ക് ഹൃദയങ്ങൾ തുറന്ന്, മനസ്സ് തുറന്ന്, നമ്മുടെ ജീവിതം തന്നെ അവൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ പീഡാനുഭവത്തെ പറ്റി നമ്മൾ ധ്യാനിക്കുന്ന നിമിഷങ്ങളാണ്. കർത്താവ് തൻ്റെ പീഡാസഹനങ്ങൾ ആരംഭിച്ചത് ഗത്സമേൻ തോട്ടത്തിലാണ്. അവിടെ ആരംഭിച്ച ആ ജീവാർപ്പണം കുരിശിൻ്റെ മുകളിൽ പിതാവേ, നിന്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിച്ചു. ഏദേൻ തോട്ടത്തിൽ മാതാപിതാക്കളുടെ അനുസരണക്കേടിലൂടെ പാപം മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഗത്സമേൻ തോട്ടത്തിൽ ഈശോ ആരംഭിച്ച ആ പാപപരിഹാര ബലി, അതിലൂടെ ആദ്യ മനുഷ്യൻ്റെ പാപങ്ങളുടെ തുടർച്ചവകാശിയായ മനുഷ്യരെ തൻ്റെ തിരുരക്തം കൊണ്ട് ഈശോ കഴുകി വിശുദ്ധീകരിച്ചു. ഈശോ ഓരോ പീഡകളും ഏറ്റെടുത്തത് നമുക്ക് വേണ്ടിയാണ്. ആദ്യ മാതാപിതാക്കളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ പാപങ്ങളിൽ നിന്നും നമുക്ക് വിമുക്തിയേകുവാൻ അവൻ്റെ തിരുഹൃദയം പോലും കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട് നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടു. അതായത് ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം കൊണ്ട് ഈശോയ്ക്ക് ഓരോ ദിവസവും നമ്മെ കഴുകി വിശുദ്ധീകരിക്കണമായിരുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ കുമ്പസാരത്തിലൊക്കെ നടക്കുന്നത് കർത്താവിൻ്റെ തിരുമാറിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം കൊണ്ട് മനുഷ്യമക്കളെ കഴുകി വിശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. ആദ്യ മനുഷ്യൻ ദൈവീക ഛായയെ നഷ്ടപ്പെടുത്തിയെങ്കിൽ മനുഷ്യപുത്രനായിട്ട് ദൈവപുത്രൻ തന്നെ കടന്നു വന്നപ്പോൾ വേദനയോടെ വലിയ വില അവൻ്റെ ജീവൻ തന്നെ കൊടുത്തുകൊണ്ട് ഏദേൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഗത്സമേൻ തോട്ടത്തിൽ ആരംഭിച്ച പീഡാസഹനത്തിലൂടെ ഈശോ തിരിച്ചു പിടിക്കുകയാണ്. ഒരു മരത്തിലെ മോഹിപ്പിക്കുന്ന ഫലം മനുഷ്യനെ നാശത്തിലേക്ക് നയിച്ചുവെങ്കിൽ വീണ്ടെടുപ്പിൻ്റെ ഒരു കുരിശുമരത്തിൽ ഈശോ എല്ലാം നമുക്ക് വേണ്ടി
നമുക്ക് വേണ്ടി മാത്രം തിരിച്ചു പിടിക്കുകയാണ്. ഇതിനെപ്പറ്റി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക ഈ കരുണയുടെ തിരുമണിക്കൂറിൽ പ്രിയമുള്ളവരെ ഏറ്റവും ഉത്തമമായിരിക്കും. വീണ്ടെടുപ്പിൻ്റെ ആ കുരിശുമര ചുവട്ടിലാണ് നമ്മുടെയൊക്കെ രക്ഷ. ആദത്തിന് നഷ്ടപ്പെട്ടത് ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് തിരിച്ചു നൽകുകയാണ്. ഗത്സമേൻ തോട്ടം വീണ്ടെടുപ്പിൻ്റെ കുരിശിൻ്റെ ചുവടാണ്. പ്രിയമുള്ളവരെ, ഈശോ ഇവിടെ ഓരോ മനുഷ്യൻ്റെയും പതനത്തിന് കാരണമായ പാപങ്ങൾ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കുകയാണ്. അവൻ്റെ ശരീരത്തിലുള്ള ഓരോ തിരുമുറിവും നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായിരുന്നു. കർത്താവ് ഏറ്റെടുത്ത ഓരോ പീഡാസഹനവും തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, നമ്മെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി, തിരുഹൃദയത്തിൽ നമുക്കും ഒരു സ്ഥാനം നൽകുവാൻ വേണ്ടിയായിരുന്നു. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ തീർച്ചയായിട്ടും നമുക്ക് കർത്താവിൻ്റെ തിരുമുറിവുകളെ കുറിച്ച് ധ്യാനിക്കാം. പീഡാസഹനം ഈശോ ആരംഭിച്ചത് ഗത്സമേൻ തോട്ടത്തിലെ ഒരു പ്രാർത്ഥനയിലൂടെയായിരുന്നു. അത് അവസാനിക്കുന്നത് കുരിശുമേൽ കിടന്ന് പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന മറ്റൊരു പ്രാർത്ഥനയിലാണ്. ഈശോയുടെ പീഡാനുഭവം ആരംഭിക്കുന്നത് ജെറൂസലേമിന് പുറത്താണ്. എന്നാൽ അവൻ്റെ പീഡകളും മരണവിധിയും മാത്രമാണ് ജെറൂസലേമിൽ നടന്നത്. അവൻ്റെ പീഡകളുടെ ആരംഭവും പീഡകളുടെ മൂർത്തീകരണവും എല്ലാം സംഭവിച്ചത്, കുരിശുമരണമൊക്കെ സംഭവിച്ചത് ജെറൂസലേമിൻ്റെ പുറത്താണ്. അതായത് അവൻ ഒരു വിശുദ്ധ നഗരത്തിനോ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനസമൂഹത്തിനോ വേണ്ടി മാത്രമായിരുന്നില്ല കുരിശിലേറിയത്, കുരിശിൽ മരിച്ചത്, പാതാളത്തോളം ഇറങ്ങിയത്, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്. അവൻ്റെ കുരിശുമരണം, അവൻ്റെ ഉത്ഥാനമൊക്കെ ഈ ലോകം മുഴുവനുമുള്ള സകല ജനതകൾക്കും വേണ്ടിയാണ്, നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, തൻ്റെ പീഡാനുഭവങ്ങളുടെ ദൃഢ സാക്ഷിയാകുവാനായിട്ട് ഈശോ 3 പേരെ തിരഞ്ഞെടുത്തു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഈ 3 പേരെ ഈശോ പ്രത്യേകം തിരഞ്ഞെടുത്തപ്പോൾ അവരും അവൻ്റെ ആന്തരിക ഹേതങ്ങൾക്ക് സാക്ഷികളായി മാറണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. യഥാർത്ഥ സഹനത്തെ പറ്റി അറിയാതെ അവർ ഈശോയ്ക്ക് ഒരു വാഗ്ദാനം ചെയ്തിരുന്നു. പത്രോസ് അവനോട് പറഞ്ഞു, നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല എന്ന്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 35-ാം വചനം. വീണ്ടും മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വചനം നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. നിന്റെ പാനപാത്രം ഞങ്ങൾ കുടിക്കുമെന്ന് സെബദി പുത്രന്മാർ ഈശോയ്ക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം, നമ്മൾ ദൈവത്തിന് മുമ്പിൽ വയ്ക്കുന്ന ഓരോ വാഗ്ദാനങ്ങളിലും ദൈവം വിശ്വസിക്കുന്നു. നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുന്ന ഓരോ ഉറപ്പും അതൊക്കെ നമ്മൾ ഏറ്റെടുക്കുമെന്നും അത് കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കുമെന്നും ഈശോ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാലും ചില സമയത്ത് നമ്മുടെ വാഗ്ദാന പൂർത്തീകരണം നടക്കാതെ പോയാലും ഈശോ നമ്മെ തള്ളിക്കളയുന്നില്ല. പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് ഈശോ നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. തിരഞ്ഞെടുത്ത സ്ലീഹന്മാരുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഈശോ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നോടൊപ്പം 1 മണിക്കൂർ സമയം നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന്. ഉണർന്നിരുന്ന് എന്നോടൊപ്പം 1 മണിക്കൂർ പ്രാർത്ഥിക്കുക എന്നതിനർത്ഥം ഈശോയുടെ പീഡകളിൽ
അവരും സജീവമായ പങ്കുപറ്റുക എന്നതാണ്. ഈശോ അനുഭവിച്ച ഓരോ പീഡകളും അവരുടെ മനസ്സിലും ഹൃദയത്തിലും പതിയണം. അതവർ മനസ്സിലാക്കണം. അവരുടെ ജീവിതത്തിൽ ഈശോ ഏറ്റെടുത്ത പീഡകളുടെ സജീവ സാക്ഷികളായിട്ട് അവർ മാറണം. ഈ പീഡാസഹനത്തെ അവർ ലോകം മുഴുവൻ പോയി സകലവിധ ജനവിഭാഗങ്ങളോടും പ്രഘോഷിക്കണം. ഇത് ഈശോ ആഗ്രഹിച്ച കാര്യമാണ്. എന്നാൽ ഈ 3 പേരും ഉറങ്ങിപ്പോകുന്നതായിട്ട് 3 പ്രാവശ്യം ഈശോ വരുമ്പോഴും അവർ ഉറങ്ങിക്കിടക്കുന്നതായിട്ട് ഈശോ കാണുന്നു. എന്നാൽ ഈശോ അവരെ സഹായിക്കുന്നില്ല, പുറന്തള്ളുന്നില്ല. ഒറ്റ കാര്യമേ ഈശോ പറയുന്നുള്ളൂ: പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന്. ശക്തമായ ഉണർന്നിരുന്നുള്ള സഹനങ്ങൾ ഏറ്റെടുത്തുള്ള പ്രാർത്ഥന മാത്രമാണ് പ്രിയമുള്ളവരെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് ശക്തി നൽകുന്നത്. മനുഷ്യനിലെ ദൈവികാംശം ബലമുള്ളതാണ്. എന്നാൽ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലുള്ള മാനുഷികാംശം എന്ന് പറയുന്നത് ദുർബലമാണ്. ദുർബലമായ ശരീരം അതിൻ്റെ സകല പ്രലോഭനങ്ങളോടും കൂടി ജീവിതത്തിൽ ഏറ്റുമുട്ടുമ്പോൾ ആത്മപരിത്യാഗങ്ങളും പ്രാർത്ഥനകളും മാത്രമാണ് ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കൂ എന്ന് ഈശോ പറയുമ്പോൾ പരീക്ഷകളിൽ ഉൾപ്പെടാതിരിക്കുവാൻ വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കൂ എന്ന് ഈശോ പറയുമ്പോൾ നമ്മുടെ ഈ മാനുഷികമായ ജീവിത ചര്യകള്, ദുർബലതകള്, നമ്മുടെ കുറവുകള് ഒക്കെ നമ്മളെ ഒരുപക്ഷെ വലിയ വീഴ്ചകളിലേക്ക് നയിക്കുവാൻ ശക്തവത്താണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, പരീക്ഷകളെ അതിജീവിക്കുവാൻ വേണ്ടി ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്ന്. നമുക്ക് ഈ വലിയ വീഴ്ച പത്രോസിന്റെ ജീവിതത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും. പത്രോസ് പറഞ്ഞു, ഗുരു, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. എന്നാൽ ഒരു പരിചാരകയുടെ മുമ്പിൽ അവൻ വീണുപോകുകയാണ്. ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ന് കർത്താവിൻ്റെ ഈ പീഡാസഹനത്തെ പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവ് സകല പീഡകളെയും ഏറ്റെടുത്തത് പ്രാർത്ഥനയിലൂടെ അവന് ലഭിച്ച ആ ശക്തിയിലൂടെയാണ്. രക്തം വിയർത്തുപോലും പ്രാർത്ഥിക്കുന്ന ദൈവം, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പോലും പ്രാർത്ഥിച്ചു പോകുന്ന ദൈവം, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ ഹിതം മാത്രം ഏറ്റെടുക്കുന്ന ദൈവം നമ്മളോട് പറയുന്ന ഒരു വചനമുണ്ട്: മകനെ, മകളെ, കർത്താവിൻ്റെ പീഡകളെ പറ്റി ധ്യാനിച്ചുകൊണ്ട് നിന്റെ കുരിശുകൾ ഏറ്റെടുക്കുവാൻ, നിന്റെ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ, നിന്റെ വീഴ്ചകളെ ഏറ്റെടുക്കുവാൻ കർത്താവ് നിന്നോടൊപ്പമുണ്ട്. ആ കർത്താവിനെ നീ ശക്തമായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യണം. അതാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പരീക്ഷകളെ അതിജീവിക്കുവാനായിട്ട് ആത്മാവിൻ്റെ നിറവിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവീക സാന്നിധ്യത്തിലായിരിക്കാം. നമ്മൾ ഈ നോമ്പുകാലത്ത് ക്രൂശിതനെ അനുധാവനം ചെയ്തുകൊണ്ട് അവൻ്റെ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട്, അവൻ്റെ പീഡകളോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, പീഡകളുടെ സമയത്ത് തകർന്നു പോകാതെ, ദുഃഖങ്ങളുടെ സമയത്ത് തകർന്നു പോകാതെ, വേദനകളും രോഗങ്ങളുമൊക്കെ വരുമ്പോൾ തകർന്ന് തരിപ്പണമാകാതിരിക്കുവാൻ വേണ്ടി എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് നിരന്തരം വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തിലാവാം. ദിവ്യകാരുണ്യമായിട്ട് എഴുന്നള്ളി വരുന്ന ഈശോയുടെ സാന്നിധ്യത്തിലിരുന്ന് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നിലേക്ക് നിന്റെ ആത്മാവിനെ അയക്കണമേ, ശക്തി പകർന്നു തരണമേ, പരീക്ഷണങ്ങളിൽ ഉൾപ്പെടാതിരിക്കുവാനുള്ള ശക്തി എനിക്ക്
എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സഹോദരങ്ങൾക്ക് പകർന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി വലിയ ദാഹത്തോടെ, ആത്മാർത്ഥതയോടെ, തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ, സ്നേഹമൊക്കെ നമ്മളിലേക്ക് ഒഴുകുന്നത് ഈശോയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് എത്രമാത്രം ഇരിക്കുവാൻ സാധിക്കും എന്നതിലാണ്. മറിയത്തെ പോലെ ഈശോയുടെ പദാന്തികത്തിൽ ചേർന്നിരിക്കുവാൻ, യോഹന്നാനെ പോലെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ കൃപകൾ നമ്മളിലേക്ക് ഒഴുകും, അഭിഷേകം നമ്മളിലേക്ക് ഒഴുകും. ഓൺലൈനിലായിരുന്നു കൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സകലരെയും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയെ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ, നിന്റെ സന്നദ്ധിയിലിരുന്ന് ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ, ഓൺലൈനിലായിരുന്നു കൊണ്ട് ദിവ്യകരുണയുടെ സഹായത്തിന് മുമ്പിൽ മുട്ടുമേലായിരിക്കുന്നവരുടെ നിയോഗങ്ങൾ ഈശോയെ നീ ഏറ്റെടുക്കണമേ. അവരെ ശക്തിപ്പെടുത്തണമേ. അവരുടെ മുറിവുകൾ ഉണങ്ങട്ടെ, രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ, അവരുടെ കുടുംബ പ്രശ്നങ്ങൾ മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മെയും നമ്മായിരിക്കുന്ന അവസ്ഥകളെയും നമ്മുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടുമേലായിരുന്നു കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം ജീവിതത്തിൽ ഏറ്റെടുക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും